ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗ് ചെയ്യാമല്ലേ. നോമ്പൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തക്ബീറൊക്കെ ചൊല്ലിതാ ഫിത്തറേരി വാരാണ്ട് തുടങ്ങല്ലേ. ഇത് നമ്മൾ തലേന്നൊക്കത്തെ വീഡിയോസാട്ടോ. അപ്പോൾ നമ്മൾ ഫിത്തറേരിയൊക്കെ വാരി പാവങ്ങൾക്കൊക്കെ കൊടുക്കുക എന്നെല്ലാ പ്രാവശ്യം കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ വാരി ഇതാ ഞാനും ഉമ്മ മോനും കൂടി കേട്ടോ അത് കൊണ്ടു കൊടുക്കണത്. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് വീടുകളിലൊക്കെ ഫിത്തറേരി വാരി കൊണ്ടുകൊടുത്ത്. അപ്പോൾ അതാ അവിടുത്തെ മക്കളൊക്കെ ഇതാ പടക്കം പൊട്ടിക്കണ തിരക്കിലാട്ടോ. നല്ല രസമാണല്ലേ പെരുന്നാൾ തലേന്ന് ആയി കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്കും രസമാണ്. അപ്പോൾ ഇതാ മോനും ഇതാ പടക്കം പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളെ വീട്ടിലും കുറേ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് എല്ലാ കുട്ടികളെയും വിളിച്ചാണ്ട് അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ നല്ല രസമല്ലേ പടക്കം പൊട്ടിക്കലും. നമ്മൾ വലിയവരാണെങ്കിൽ മൈലാഞ്ചി ഇടലും ആണുങ്ങൾ സാധനം വാങ്ങാൻ പോകലും. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ ഏകദേശം 12 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേന് തന്നെ 1 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ അടുക്കളയിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ മൈലാഞ്ചി ഇടൽ തുടങ്ങിയത്. മൈലാഞ്ചി കിട്ടും അങ്ങനെ കിടന്നു. അപ്പം ഇന്നൊരു 6 മണിയൊക്കെ ആയപ്പോഴാട്ടോ മോനെ എണീപ്പിച്ചത്. ഓനെ ഒന്ന് പള്ളി പറഞ്ഞേക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ അവൻ നീച്ച് വന്ന ഉടൻ തന്നെ കുറുമ്പ് കാണിക്കുക കേട്ടോ. വീഡിയോസൊന്നും എടുക്കണ്ട, പല്ല് ഞാൻ തേക്കൂല എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്. പിന്നെ അത് അവനെ കുളിപ്പിച്ച് മാറ്റിയതാട്ടോ അവൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. അപ്പോൾ അവനെ മാറ്റി കൊടുക്കണൊക്കെ തിരക്കട്ടോ. പിന്നെ അത് അതിൻ്റെ ഇടയിൽ കാക്ക വന്ന് കുളിച്ചു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് കുളിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇവർ രണ്ടാളും പറഞ്ഞയച്ചിട്ട് വേണമല്ലോ നമ്മൾ അടുക്കള ഡ്യൂട്ടി നോക്കാൻ. അപ്പോൾ പിന്നെ ഓരോട് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞങ്ങാണ്ട് അവർ പള്ളി പറഞ്ഞേക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിതാണല്ലോ. അങ്ങനെ ഇതാ മോനിതാ പിന്നെയും കുറുമ്പാട്ടോ. അവനെ രാവിലെ എണീപ്പിച്ചത് അവനക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ കാക്കത് എനിക്ക് സലാമൊക്കെ പറഞ്ഞങ്ങാണ്ട് ഈദ് മുബാറക് വിഷസൊക്കെ തന്ന് അവർ പള്ളിയിൽ പോട്ടെ. ഇപ്പോൾ അതാ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ കാക്കി മോനും കൂടി പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നേരെ നമ്മൾ അടുക്കളയിലേക്കാണ് വന്നത്. അടുക്കളയിൽ ഇതാ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി തക്കാളിയൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഞാൻ കോഴി മസാലയൊക്കെ തലേന്നേ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ പൊരിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ഇതാ നമ്മളെ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചൊരു പായസം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ ഫ്രൂട്ട് സലാഡ് വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കാൻ വെച്ചാൽ ആരെങ്കിലും പെട്ടെന്ന് വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ ചോദിച്ചും പായസം ഞാൻ ഉണ്ടാക്കിയിട്ടോ. പാലട മിക്സിൻ്റെ പായസമാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് സിമ്പിൾ പരിപാടിയല്ല, വേഗം കഴിക്കും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ബിരിയാണിയൊക്കെ നമ്മൾ ദമ്മിലിടാൻ വേണ്ടി നിൽക്കാം കേട്ടോ. നമ്മളിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം പണി കഴിഞ്ഞ മാതിരിയാണ്. ഇപ്പോൾ രാവിലെ തന്നെ അയിമലേക്ക് നിന്നാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് നമ്മളെ പണിക്കൊക്കെ നോക്കാമല്ലോ. അങ്ങനെ പായസം ഇതാ വറവൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതാ പായസമൊക്കെ റെഡി ആയതാ. ഇപ്പോൾ പള്ളിയിൽ വന്നതിന് ശേഷം പിന്നെ പായസം കുടിച്ചു. നമ്മൾ രാവിലെ തന്നെ നമ്മൾ പെരുന്നാൾ ചോറ് കഴിക്കും കേട്ടോ. അത് ഇവിടെ നിർബന്ധമാണ്. രാവിലെ തന്നെ നമ്മൾക്ക് ഒരു 10-11 ആകുമ്പോഴത്തേന് പെരുന്നാൾ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ അതാ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അതൊക്കെ അവർ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഞാനും ആശയും കൂടി ഞങ്ങളിവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ ഫോട്ടോസ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങി അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇതാട്ടോ എൻ്റെ ഈദിൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനൊരു ചുരിദാറാണ് ഇപ്രാവശ്യം വാങ്ങിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുണ്ടാവും. ഞാൻ SM പോയി ചുരിദാർ വാങ്ങിയതാട്ടോ ഈ ചുരിദാർ. അതൊക്കെ കഴിഞ്ഞ് അവിടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്കാട്ടോ പോയത്. എൻ്റെ വീട്ടിലേക്ക് പോകാൻ കാരണം എന്താ, എൻ്റെ ആങ്ങളുടെ മോൾക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുക വിചാരിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഏകദേശം രാത്രി ആയിട്ടുണ്ടാകും കേട്ടോ. പിന്നെ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലേക്കാണ് പോയത്. നാത്തൂൻ്റെ വീട്ടിലാട്ടോ രാത്രി പരിപാടി. അപ്പോൾ പിന്നെ അവിടുത്തെ വിശേഷങ്ങളാട്ടോ ഇതൊക്കെ. അങ്ങനെ നേരെ വീട്ടിനുള്ളിൽ കയറിയാൽ ഇതാ നാത്തൂൻ്റെ വീട് ഇപ്പം അടുത്ത് കുടിയിരിക്കൽ കഴിഞ്ഞതുകൊണ്ട് നല്ല നീറ്റ്നെസ്സാട്ടോ. എല്ലാ ഭാഗവും കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ എല്ലാവരും ഉണ്ട്. ഇനി ഓരോ നാത്തൂൻ്റെ ഉപ്പ ഉമ്മ നാത്തൂന് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇതാ ഓരോരുത്തരും ഓരോ പരിപാടിയിലാണ്. അതിനിടയിൽ കൂടെ ഞാനിങ്ങനെ നടന്ന് വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറേ കുട്ടികളുണ്ട്. അവർക്ക് നല്ല രസമാണ് പെരുന്നാൾ. ഞങ്ങൾ വന്നതും ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ കുട്ടികളൊക്കെ പുറത്തു നിന്ന് നല്ല പടക്കം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോനെ അത് കണ്ടപ്പോൾ അങ്ങോട്ട് എല്ലാം ഓടി. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ കയറിയിട്ടോ. അടുക്കളയിൽ ഇതാ ഓരോരുത്തർ ഓരോ പരിപാടിയിലാട്ടോ. ഉമ്മ ഉണ്ട് അവിടെ ഒന്ന് പാത്രം കേൾക്കുന്നുണ്ട്. പിന്നെ അതാ ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് നാത്തൂനൊരു കടലമിഠായി എന്നപ്പോൾ അതിങ്ങനെ തിന്നിരിക്കുക കേട്ടോ. രസമാണല്ലോ അങ്ങനെയൊക്കെ കടലമിഠായിയൊക്കെ തിന്നിരിക്കാൻ. പിന്നെ അതാ അവിടെ കോഴി പൊരിക്കുന്നുണ്ട്. പോത്ത് വരട്ടിയിട്ടുണ്ട്, കോഴി പൊരിക്കുന്നുണ്ട്. മന്തിയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ പിന്നെ മന്തിക്ക് കോഴിക്കടായി വെക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ പിന്നെ അതാ
പോത്തൊക്കെ നല്ല രീതിയിൽ വരട്ടിയൊക്കെ വെച്ചിട്ട് കുക്കറിലിട്ട് വരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, വെന്തുണ്ട് കേട്ടോ. പിന്നെ ഇത് അവിടെയൊക്കെ അടുക്കളയിൽ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നാത്തൂന് നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാനല്ലേ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കേട്ടോ. പിന്നെ കാക്ക അതിൻ്റെ ഇടയിൽ പോയി മേലെ പോയി കണ്ട് ഉറങ്ങാം കേട്ടോ. അപ്പം ഞാൻ കാക്കനെ വിളിക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് കയറി പോവാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു സമയം അയക്കണം, 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴത്ത് ഓരോക്കെ ഫുഡൊക്കെ അവിടെ സെറ്റാക്കുന്നുണ്ട്. അപ്പം ഞാൻ കാക്കനെ വിളിക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് കയറാം കേട്ടോ. അപ്പോൾ കാക്ക നല്ല ഉറക്കമാണ്. രാത്രി നേരം വൈകി വന്നതുകൊണ്ട് കാക്ക നല്ല ഉറക്കമാണ്. പിന്നെ പകൽ ഓരോ ഫോട്ടോ എടുക്കാൻ പോകലൊക്കെ ആയിട്ട് തിരക്കാണ്. അപ്പോൾ ഇത് ഉറക്കത്തു നിന്നുള്ള നീച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ പിടിച്ച് നീപ്പിച്ചു, ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാക്കി ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം. അപ്പോൾ ഫുഡൊക്കെ സെറ്റായി ടേബിൾ മേലൊക്കെ ഫുഡൊക്കെ സെറ്റാക്കി വെച്ച് എല്ലാവരും വെയിറ്റ് ചെയ്ത് കാത്തു കേട്ടോ. എല്ലാവരും വന്ന് ഞാൻ മേലെ നിന്ന് വീഡിയോ എടുത്തു കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് റൂമിലേക്ക് വന്നിട്ടോ. അപ്പോൾ ഞാൻ അപ്പോഴാണ് എൻ്റെ കയ്യിൻ്റെ മൊയിലാഞ്ചിൻ്റെ ചോപ്പ് കണ്ടത്. അപ്പോൾ നല്ല രസം തോന്നിയപ്പോൾ വീഡിയോ എടുത്തു.